യേശുവിന് ഏറ്റവും പ്രിയരായ ദൈവത്തിൻ്റെ ജനമേ, സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഞാൻ വന്ദനം ചെയ്യുന്നു. വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ചിലർ കഠിനമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഈ വചനം ശ്രദ്ധിക്കുന്നത്. മറ്റു ചിലരാകട്ടെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന സാഹചര്യത്തിലായിരിക്കാം ഈ വചനം ശ്രദ്ധിക്കുന്നത്. ഏത് സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും, ഇന്നും ഈ വചനം പ്രവർത്തിക്കുന്നു. ഇന്നും ഈ വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. അതെ, ഈ വചനത്തിലൂടെ ഇന്ന് പകൽ നിങ്ങൾക്കൊരു വിടുതലുണ്ടാകുമെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത് വാക്യത്തിൽ നിന്നും ഒരു ഹ്രസ്വമായ സന്ദേശം പങ്കുവയ്ക്കാനാണ് എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുള്ളത്. ഇതാ, ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. വലുതും വിശാലവുമായ വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നാം കുറച്ചുകൂടെ ആഡംബരത്തോടെ ജീവിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടെയല്ല. മറിച്ച് അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നാം അനുഗ്രഹിക്കപ്പെടുന്നതിലൂടെ മറ്റനേകർക്ക് അത് അനുഗ്രഹമായി തീരാൻ, ആശ്വാസമായി തീരാൻ, വിടുതലായി തീരാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനം നമുക്ക് ഉറപ്പ് തരുന്നു, വലുതും വിശാലവുമായ വാതിൽ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരും. പ്രിയരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ കഠിനമായ പരിസ്ഥിതി ആയിരിക്കാം, പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയായിരിക്കാം. എങ്കിലും ഈ വചനത്തെ ഒന്ന് ഉദ്ധരിക്കൂ, എന്നോട് ചേർന്നൊന്ന് പറയൂ, ഈ പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വലുതും വിശാലവുമായ വാതിൽ തുറക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ ഒന്ന് പറ പ്രിയരെ, വിശ്വാസത്തോടെ ഒന്ന് പറ. എനിക്ക് വേണ്ടി ദൈവം വലുതും വിശാലവുമായ വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. എൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. ഞാൻ ഉദ്ധരിക്കപ്പെടുവാൻ പോകുന്നു. ഞാൻ അഭിവൃദ്ധി പ്രാപിക്കുവാൻ പോകുന്നു. അതെ, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. എന്നാൽ ഈ അധ്യായത്തിൽ, ഈ വേദഭാഗത്ത് നാം കാണുന്നത് വലുതും വിശാലവുമായ വാതിലുകൾ തുറന്നു കൊടുക്കുന്നത് ആർക്കു വേണ്ടി എന്നുള്ളത് ഒരു പ്രസക്തമായ ചിന്താവിഷയമാണ്. ഇവിടെ നാം കാണുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയാണ്, അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. അല്പം മാത്രം ശക്തിയുള്ളവരായിരുന്നിട്ടും, വലിയ പ്രാപ്തിയോ കഴിവോ കുടുംബമഹിമയോ കുലമഹിമയോ ഒന്നും പറയാനില്ലാതിരുന്നിട്ടും വചനത്തെ കാത്ത, കർത്താവിൻ്റെ നാമത്തെ നിഷേധിക്കാതെ നിലകൊണ്ട ദൈവജനത്തിനു വേണ്ടിയാണ് ദൈവം വലുതും വിശാലവുമായ വാതിലുകൾ തുറന്നു കൊടുക്കുവാൻ പോകുന്നു എന്ന് അരുളി ചെയ്തത്. ഒരുപക്ഷെ കുടുംബമഹിമയോ കുലമഹിമയോ ശ്രേഷ്ഠതകളോ വലിയ നേട്ടങ്ങളോ ഒന്നും പറയാനില്ല എങ്കിലും ദൈവവചനത്തെ സ്നേഹിക്കുന്നവന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സത്യസന്ധമായി ആത്മാർത്ഥതയോടുകൂടെ എരിവോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത ഈ പകലിൽ പറയാനുണ്ട്. ദൈവം അവർക്ക് വേണ്ടി വലുതും വിശാലവുമായ വാതിലുകൾ തുറന്നു കൊടുക്കാൻ പോകുന്നു. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് തലകളെ വണക്കിയാട്ടെ. ഈ വചനം ഉദ്ധരിക്കുന്ന വചനമാണ്. ഈ വചനം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വചനമാണ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൻ്റെ ആലോചനയ്ക്ക് മുമ്പിൽ ഞങ്ങൾ തലകളെ വണക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി വലുതും വിശാലവുമായ വാതിലുകൾ തുറന്നു തരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് പകൽ വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു. ദൈവമേ, പറയത്തക്ക പ്രാപ്തിയോ കഴിവോ ഒന്നും ഇല്ലാതിരുന്നിട്ടും വചനത്തിനു വേണ്ടി നിലനിന്ന
ഒരു ജനതയ്ക്ക് വേണ്ടിയാണല്ലോ ദൈവം ഈ വാതിൽ തുറന്നു കൊടുക്കുവാൻ പോകുന്നു എന്ന് ഈ തിരുവഴുത്തിലൂടെ പറഞ്ഞത്. ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുകയാണ്. ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമം ചൊല്ലിയവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ ഒരു അനുഗ്രഹമായി തീരട്ടെ. അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, തലമുറകളെ ഓർത്ത് നെടുവീർപ്പെടുന്ന മാതാപിതാക്കളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവെ, കുടുംബത്തിനകത്ത് തകർച്ചകൾ നേരിട്ട് വേദനയോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചന കേൾവി അവരുടെ ജീവിതത്തിൽ വിടുതലായി പരിണമിക്കട്ടെ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവെ, അത്ഭുതകരമായ ദൈവത്തിൻ്റെ വചനമയച്ചങ്ങ് സൗഖ്യമാക്കണമേ. വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ, നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും നിങ്ങൾ വചനം കേട്ട ഓരോരുത്തരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.